ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വൈ. ഇന്ന് നമ്മളൊരു ഫ്രോക്കാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഒരു 10 വയസ്സിൻ്റെ അളവിനൊരു ഫ്രോക്കാണ്. ഇതേപോലെ താഴെ ഫ്രില്ലൊക്കെ വരുന്നൊരു ഫ്രോക്കാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഇതിന് ഞാൻ 1.5 മീറ്റർ കോട്ടൻ്റെ ക്ലോത്തും അതേപോലെ കുറച്ച് തുണിയാണ് കേട്ടോ ജോർജറ്റിൻ്റെ എടുത്തേക്കുന്നത്. അപ്പോൾ മെഷർമെൻറ്റ് ജസ്റ്റ് ഞാനൊന്ന് എഴുതി വെച്ചിട്ടേ ഉള്ളൂ. ഷോൾഡർ 6.25, 2ആയിട്ട് ഡിവൈഡ് ചെയ്തും 4ആയിട്ട് ഡിവൈഡ് ചെയ്തും ഒക്കെയാണ് കേട്ടോ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും പിന്നെ 2 പാർട്ടായിട്ടാണ് നമ്മുടെ ഫ്രോക്ക് വരുന്നത്. ടോട്ടൽ ഫ്രോക്കിൻ്റെ ഇറക്കം വരുന്നത് 36 കേട്ടോ. അപ്പോൾ താഴത്തെ പാർട്ടിന് 4.5 എടുക്കുന്നത്. അപ്പോൾ 36-ൽ നിന്ന് 4.5 പോയി കഴിഞ്ഞാൽ മേളത്തെ പാർട്ട് 31.5 കേട്ടോ വരുന്നത്, മുകളിലത്തെ പാർട്ട്. അപ്പോൾ ഈ 31.5 കിട്ടണമെങ്കിൽ നമ്മൾ 33 ഇട്ട് വെട്ടണം. തയ്യൽ തുമ്പും താഴ്ഭാഗം അടിച്ചൊക്കെ പോകുമ്പോഴത്തേനും കറക്റ്റ് 31 നമുക്ക് കിട്ടണം. അതേപോലെ താഴ്ഭാഗത്തെ ഫ്രില്ലിനും 4.5 1 ഇഞ്ച് കൂടെ കൂട്ടിയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കോട്ടൻ്റെ ഒരു പീസാണ്, അജ്രക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. ഇത് ഞാൻ 4ആയിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് വെട്ട് വരുന്ന ഭാഗം, അത് വെട്ട് വരാത്ത ഭാഗം കേട്ടോ. ഷോൾഡർ ആദ്യം 6.5 മാർക്ക് ചെയ്തു. അവിടെ നിന്ന് താഴോട്ട് 5-ലാണ് കേട്ടോ ആം ഹോൾ കൊടുക്കുന്നത്. ചോക്ക് കാണുന്നില്ലായിരിക്കും, നീല കളർ ചോക്ക് എടുക്കാം കേട്ടോ. ഷോൾഡർ ആം ഹോൾ 5-ൽ കൊടുത്തു. ചെസ്റ്റ് വരുന്നത് 7 തയ്യൽ തുമ്പ്. പിന്നെ വേസ്റ്റിൻ്റെ ഭാഗം 12-ലാണ് കേട്ടോ കൊടുക്കുന്നത് ഇറക്കം, വേസ്റ്റിൻ്റെ ഇറക്കം. അവിടുത്തെ വണ്ണം 6.25 തയ്യൽ തുമ്പ്, 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഹിപ്പ് കൊടുക്കുന്നത് 17-ലാണ് കേട്ടോ. അവിടുത്തെ വണ്ണം 7 തയ്യൽ തുമ്പും. ഓക്കെ. പിന്നെ 1 ഇഞ്ച് ആം ഹോൾ ഇതേപോലെ ചരിച്ചൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. തയ്യൽ തുമ്പുകളൊക്കെ ജോയിൻ ചെയ്തു. ഇനി മുകളിൽ നിന്ന് ലെങ്ത്ത് നമുക്ക് വേണ്ടത് സംതിങ് 30 ആണ് കേട്ടോ. അപ്പം ഞാൻ ഫുൾ ലെങ്ത്ത് 33.5 കിട്ടുന്നത്, അത് മൊത്തം എടുത്തു. പിന്നെ സ്ലിറ്റിൻ്റെ ഭാഗം എടുത്തേക്കുന്നത് 15-ലാണ് കേട്ടോ. അപ്പോൾ അതിൽ കൂടുതൽ കിട്ടുവാണെങ്കിൽ നമ്മുടെ ആ താഴ്ഭാഗത്തെ വീതി കൂടും കേട്ടോ. അപ്പം ഞാനിവിടെ 15-ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് അതിൽ കൂടുതലും എടുക്കാം കേട്ടോ, നല്ല ഫ്രില്ല് കിട്ടും. അത് കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് ലൈനിങ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ്ങും 1.5 തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ലൈനിങ്ങും ഇതേപോലെ താഴ്ഭാഗത്ത് ലൈനിങ് ഒരു 2 ഇഞ്ച് കുറച്ചെടുക്കണം കേട്ടോ. അതും എടുത്തു. പിന്നെ ഇതേപോലെ ഒരു ജോർജറ്റിൻ്റെ തുണിയാണ് എടുത്തേക്കുന്നത്. അത് മടക്കി ഇട്ടിട്ട് 5.5 മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. 5.5 നമ്മുടെ ആ താഴ്ഭാഗത്തെ സ്ലിറ്റിൻ്റെ അവിടുത്തെ നമ്മൾ എടുത്തേക്കുന്നത് 15-ആണ്. അതിൻ്റെ ഒരു 3-4 ഇരട്ടി വേണം നമ്മൾ ഈ പീസ് എടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഫ്രില്ലിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെക്കാളും 4 ഇരട്ടി തുണി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സ്ലീവിനായിട്ട് തുണി ഇതേപോലെ 4ആയിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗം ഒന്ന് ഈവനായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതാണ് വെട്ട് വരുന്ന ഭാഗം. അപ്പോൾ ഇവിടെ നമുക്ക് 4-ഉം 1 ഇഞ്ച് കൂടെ തയ്യൽ തുമ്പ് കൂട്ടി 5-ലൊരു മാർക്ക് കൊടുത്തു. പിന്നെ ഒരു 2 ഇഞ്ച് പൊക്കി കൊടുക്കാനായിട്ട് കൊടുത്തു കേട്ടോ. ആ 4-ൽ നിന്ന് 7-ലൊരു മാർക്ക് കൊടുത്തു. അതേപോലെ 15-ലും ഒരു മാർക്ക് കൊടുത്തു. എന്നിട്ട് ആ മുകളിൽ നിന്ന് ഞാൻ ആ 7-ലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ നോർമലി സ്ലീവ് വരച്ചും കൊടുത്തേക്കുവാണ് കേട്ടോ. ആ 15-ൻ്റെ അവിടുന്ന് നോർമൽ സ്ലീവ് വരച്ചു കൊടുത്തു. ഇതാണ് കേട്ടോ നമ്മുടെ പഫിനായിട്ടുള്ള ക്ലോത്ത്. ഇവിടെയും കൂടെ പഫ് അവിടെ വരെയാണ് കേട്ടോ വരുന്നത്. പിന്നെ നെക്ക് വരയ്ക്കാനായിട്ട് ഒരു കോട്ടൺ ക്ലോത്താണ് എടുത്തേക്കുന്നത്. 2.5 വീതിയും 4 ഇറക്കത്തിലും 4.5 ഇറക്കത്തിലും ഇതേപോലെ ഞാനൊരു ബോക്സ് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലൊരു സ്വീറ്റ് ഹാർട്ട് പോലത്തെ ഒരു നെക്ക് കൊടുക്കുവാണ് കേട്ടോ, ഫ്രണ്ട് നെക്ക്. പിന്നെ ബാക്ക് 2.5 വീതിയും 4 ഇറക്കവും ഇതേപോലെ ഒരു ബോക്സ് ക്രിയേറ്റ് എടുത്തിട്ട് റൗണ്ട് നെക്ക് തന്നെ കൊടുക്കുവാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് പതിച്ചെടുക്കാവേ. രണ്ടും ഇതേപോലെ ഞാൻ പതിച്ച് കറക്റ്റായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും. ഓക്കെ. ഇനി നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശമാണ് മുകളിൽ ഇരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് ഇതേപോലെ കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് നമ്മുടെ ആ നെക്ക് വരച്ച ക്ലോത്തൂടെ വെച്ച് കൊടുത്ത് പിന്നൊക്കെ ചെയ്ത് എടുക്കുവാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ആ വരച്ച അതിലേ ഒന്ന് സ്റ്റിച്ച് ഇട്ടെടുക്കാവേ. സ്റ്റിച്ച് നിർത്തി വളച്ചെടുക്കാം കേട്ടോ. എന്നാൽ മാത്രമേ കറക്റ്റ് ആ ഷേപ്പ് വരത്തുള്ളൂ. എന്നിട്ട് പിന്നൊക്കെ ഊരി മാറ്റിയിട്ട് 1/2 ഇഞ്ച് അകത്തോട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുവാണേ.
എന്നിട്ട് ചെറിയ ചെറിയ വെട്ട, ആ സ്റ്റിച്ച് കൊള്ളാതെ വെട്ടിട്ടെടുക്കാം കേട്ടോ. ഓക്കെ, ഇനിതാ തുണി ഇതേപോലെ നീക്കി വെച്ചിട്ട് കറക്റ്റ് ആ ലൈനിങ്ങിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്ററിൽ കൂടാണ് കേട്ടോ പതിച്ച് സ്റ്റിച്ച് പോകുന്നത്. നിർത്തി നിർത്തി സ്റ്റിച്ചിട്ടെടുത്താൽ മതി, കാരണം അത് വളഞ്ഞു വരണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ അകത്തേക്ക് വെച്ചിട്ട് കറക്റ്റ് ഒന്ന് ഈവൻ ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് എഡ്ജിൽ കൂടെ ഒരു സ്റ്റിച്ചിട്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുവാണേ. കംപ്ലീറ്റ് ആയിട്ടോ. ഇനി അതിൻ്റെ ലൈനിങ്ങിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തു. ഓക്കെ, അതൊന്ന് പിടിച്ചതുകൊണ്ട് ഞാൻ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുവാണ് കേട്ടോ. ബോബിൻ കേസ് ഊരി എടുത്തിട്ട് എന്നിട്ട് ലൈനിങ്ങിനെ ആ മെയിൻ ക്ലോത്തിൻ്റെയും കൂടെ രണ്ട് സൈഡും ഒന്ന് ജോയിൻ ചെയ്തെടുക്കുവാണേ. രണ്ട് സൈഡും ജോയിൻ ചെയ്യണേ. എനിക്ക് എളുപ്പമായിട്ടുള്ള രീതിയിലൊക്കെ ഞാൻ ഓരോരോ ട്രിക്കുകൾ ചെയ്താണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്ക് സൈഡും ഇതേ രീതിയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും നല്ല ഭാഗം ഫേസ് ചെയ്ത് വെച്ചിട്ട് ഷോൾഡർ ഇതേപോലെ ലോക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ബിഗിനേഴ്സിനൊക്കെ ഇതാണ് ഈസി ആയിട്ടുള്ള വേ. രണ്ട് സൈഡും ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കുവാണ്. ഇനി അതിൻ്റെ ബാലൻസ് ക്ലോത്തൊക്കെ കട്ട് ചെയ്ത് മാറ്റാം ആ ഷോൾഡറിൻ്റെ അടുത്തെ. എന്നിട്ട് ഷോൾഡറിൻ്റെ ആ തയ്യൽ തുമ്പ് ബാക്ക് സൈഡിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒന്ന് ഷോൾഡർ പതിച്ചൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി ബാക്ക് സൈഡ് നെക്കാണ് ഇതേപോലെ കറക്റ്റായിട്ട് മടക്കിയിട്ട് കൊടുക്കുക കേട്ടോ. ബാക്ക് സൈഡ് നെക്കിൽ നമുക്ക് സിബ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മുകളിൽ നിന്ന് ഞാനൊരു 14 ഇഞ്ച് വരെയൊക്കെ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് അര ഇഞ്ചിൽ മടക്കി ഇതേപോലെ ഒരു സ്റ്റിച്ച് 14ൻ്റെ താഴെ കൊണ്ടുവന്ന് ലോക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ 14ൻ്റെ താഴ്ഭാഗത്ത് വരെ കട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് തുണി ഇതേപോലെ നിവർത്തി ഒന്ന് വെച്ച് കൊടുത്തു. ആ 14ൻ്റെ അവിടെ വരെ സിബ് വെച്ച് കൊടുക്കണം കേട്ടോ. സിബ് ആദ്യം നമുക്കൊന്ന് വലിച്ചും ഒന്ന് തുറന്ന് അടച്ചൊന്ന് കൊടുക്കുക. എന്നിട്ട് സിബിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ സ്റ്റിച്ച് വരുന്നത്. ഇതേപോലെ കറക്റ്റ് പതിച്ച് ഒരു അര ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് കൊടുത്തു കേട്ടോ. ആ 14 വരെ. ഓക്കെ, 14ൻ്റെ അവിടെ വരുമ്പോൾ സിബ് ഒന്ന് മുകളിലേക്ക് ആക്കിയിട്ട് അവിടെ ഒന്ന് നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതേപോലെ ലോക്ക് ചെയ്തിട്ട് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈസി ആയിട്ട് സിബ് വെക്കാം കേട്ടോ. എൻ്റെ തൊണ്ടയ്ക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ടേ. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ നടുക്കൂടിയിട്ട് ഒരു ആദ്യം ഇട്ട സ്റ്റിച്ചുണ്ട്, അത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു വിട്ടാൽ മാത്രം മതി കേട്ടോ. പൊട്ടിച്ചു വിടുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, തുണിക്ക് ഇടാനൊന്നും പാടില്ല. സ്റ്റിച്ച് അതിൻ്റെ നൂല് മാത്രം പൊട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്കത് ചെയ്തെടുക്കാം. ബാലൻസ് ആയിട്ട് നിൽക്കുന്ന ആ സിബൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് തുണി ഇതേപോലെ കറക്റ്റ് 4ആയിട്ട് ഞാൻ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഷോൾഡർ ഒന്നുകൂടെ എടുത്ത് 5 മാർക്ക് ചെയ്തു, വേസ്റ്റ് 12 മാർക്ക് ചെയ്തു, ഹിപ്പ് 17 മാർക്ക് ചെയ്തു. എന്നിട്ട് ചെസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം, വേസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം 6.25, ഹിപ്പിൻ്റെ അവിടുത്തെ വണ്ണം 7. ഓക്കെ, അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്കൊരു വേസ്റ്റിൻ്റെ ഭാഗത്ത് നമുക്കൊരു വള്ളി വെച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ അര ഇഞ്ച് നമുക്ക് ആ ഷോൾഡറിൻ്റെ ആം ഹോളിൻ്റെ അവിടെ കുഴിച്ചുകൂടെ വെട്ടി. ഷോൾഡർ നിങ്ങൾ അകത്തേക്ക് എടുത്ത് ഞാൻ ഒന്നുകൂടെ വെട്ടിയിട്ടോ, അതും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ബാക്ക് സൈഡിലും ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുവാണ്. എന്നിട്ട് മുകളിൽ നിന്ന് നമുക്ക് ഫുൾ ലെങ്ത് വേണമല്ലോ. ഫുൾ ലെങ്ത് നമുക്ക് ഈ 31.5 അപ്പോൾ ആ ഒരു 32.5 നമുക്ക് കറക്റ്റായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് മുകൾ ഭാഗം ഒന്ന് കയറ്റി മുറിക്കണം കേട്ടോ. താഴേന്ന് മുകളിലോട്ട് ഒന്ന് കയറ്റി മുറിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ തുണി തൂങ്ങി കിടക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ വരച്ച അതിലേ നമുക്കൊരു സ്റ്റിച്ചിട്ടെടുക്കാവേ. എന്നിട്ട് ഒരു 24 വീതിയും 24 നീളവും 3 ഇഞ്ച് വീതിയുള്ള തുണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ക്രോസ് സ്റ്റിച്ച് ചെയ്തിട്ട് താഴേക്ക്
സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഈ തുണിയെ നമുക്ക് തിരിച്ചിട്ടെടുക്കാം, വള്ളിക്ക് വേണ്ടിയാണ് കേട്ടോ. സ്ക്രൂ ഡ്രൈവറിലാണ് കേട്ടോ ഞാൻ തിരിച്ചിട്ടെടുക്കുന്നത്. ഇതേപോലെ കറക്റ്റായിട്ട് തിരിച്ചിട്ട് എടുക്കാം. എന്നിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വേസ്റ്റിൻ്റെ ഭാഗത്ത് ആ വള്ളി വെച്ച് കൊടുക്കണം കേട്ടോ. അകത്തേക്ക് വള്ളി വെച്ച് കൊടുത്തു. എന്നിട്ടൊന്ന് ലോക്ക് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ 2 വട്ടം ഇട്ട് കഴിയുമ്പോഴത്തേന് അത് ഇരിഞ്ഞു പോരും. എന്നിട്ട് താഴ്ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്തെടുക്കാം. വേസ്റ്റ് ആയിട്ടുള്ള തുണിയെല്ലാം എക്സസ് ആയിട്ട് നിൽക്കുന്ന എല്ലാം കട്ട് ചെയ്ത് മാറ്റാം. 2 സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് സ്ലീവ് എടുത്തു. നമ്മുടെ ആ പഫ് തുടങ്ങുന്ന സൈഡിൽ നിന്ന് തുടങ്ങുക കേട്ടോ. ഞാനിപ്പോൾ എങ്ങോട്ടേക്കാണ്, വലത്തേക്കാണ് കേട്ടോ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കട്ട് ചെയ്തിട്ട് സൈഡ് 2 നമ്മളൊരു കട്ട് കൊടുത്തില്ലേ, അവിടെ വരെ നമ്മൾ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ താഴ്ഭാഗത്ത് ഇടത്തേക്ക് ഇടണം കേട്ടോ. മുകൾ ഭാഗത്ത് വലത്തേക്ക് ഇട്ടെങ്കിൽ താഴ്ഭാഗത്ത് ഇടത്തേക്ക് ഇടണം. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയിട്ട് ഇടണം കേട്ടോ. ഒരേ ഭാഗത്തിട്ടാൽ നമ്മുടെ പഫ് പൊങ്ങി നിൽക്കില്ല കേട്ടോ. പ്ലീറ്റ്സ് ഇങ്ങനെ എന്താ പറയുക ഒതുങ്ങി, നമ്മൾ പാവാടയ്ക്കൊക്കെ പ്ലീറ്റ്സ് എടുക്കില്ലേ, അതേപോലെ കിടക്കും കേട്ടോ. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. സെൻറ്റർ എന്ന് വെച്ചാൽ മുകൾ ഭാഗമാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ അജ്രക്കിൻ്റെ ക്ലോത്ത് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് 2 സൈഡും മടക്കി ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ 2 സൈഡും മടക്കി അടിച്ചു. എന്നിട്ട് 2 പീസ് വേണം കേട്ടോ. ആ താഴ്ഭാഗത്തെ വണ്ണം വേണം, താഴ്ഭാഗത്ത് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. മുകൾ ഭാഗത്ത് കൊണ്ടുപോയി വെച്ച് കൊടുക്കരുത്. ഇതേപോലെ 2ആയിട്ട് എന്നിട്ട് ഞാനൊന്ന് മടക്കി കൊടുത്തു. എന്നിട്ട് ഇതേപോലെ അതിന് അകത്ത് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിൻ്റെ തയ്യൽ തൂമ്പ് കാണാത്ത രീതിയിൽ നല്ല ഭംഗി കിട്ടും കേട്ടോ. 2 ക്ലോത്ത് ആയതുകൊണ്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ 2 സ്റ്റിച്ച് കൊടുക്കണേ. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് ആം ഹോള് ഒരു 1/2 ഇഞ്ച് എടുത്ത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. രണ്ടും കറക്റ്റ് ആയിരിക്കണം കേട്ടോ. 2 അളവായി പോരുത്. എന്നിട്ട് തുണിയെ തിരിച്ചിട്ടിട്ട് കറക്റ്റ് ആ ഷോൾഡറിൽ ഇതേപോലെ കറക്റ്റ് ആ തുണിയുടെ പിന്നെ സ്ലീവിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് ഒരു സൈഡിൽ നിന്ന് നമുക്ക് സ്ലീവ് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും തുണി വലിച്ചു പിടിക്കരുത്, ലൂസായി തന്നെ പിടിച്ച് സ്ലീവ് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. ഡബിൾ സ്റ്റിച്ച് അല്ല, ഇത് തയ്യൽ തുമ്പ് ഞാൻ ആ അജ്രക്കിൻ്റെ തുണിയുടെ അകത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുവാണ് കേട്ടോ. കാരണം ജോർജറ്റിൻ്റെ തുണി വളരെ നമുക്ക് തയ്യൽ തുമ്പ് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഡബിൾ സ്റ്റിച്ച് കൊടുത്താൽ ഇതാവുമ്പോൾ തയ്യൽ തുമ്പ് കാണാൻ പറ്റില്ല. ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ജോർജറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. ജോർജറ്റ്, നെറ്റ് അങ്ങനെയുള്ള ക്ലോത്തുകൾക്ക് ലൈനിങ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം കേട്ടോ. പിന്നെ സ്ലീവിൻ്റെ അടിഭാഗത്തെ വണ്ണം, എന്നിട്ട് വണ്ണം മാർക്ക് ചെയ്തിട്ട് അത് ചെസ്റ്റിലേക്ക് ജോയിൻ ചെയ്ത് പിടിപ്പിക്കുക കേട്ടോ. എന്നിട്ട് എന്താ പറയുക, എത്ര തയ്യൽ തുമ്പാണോ വേണ്ടത് അത് കൊടുക്കുക. പിന്നെ ബാക്കി നിൽക്കുന്ന ക്ലോത്ത് എല്ലാം കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ക്ലോത്തിൻ്റെ എഡ്ജിലായിട്ട് ഇതേപോലെ ഞാൻ ലോക്ക് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ലോക്ക് മെഷീൻ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച ആ ക്ലോത്ത് ഉണ്ടല്ലോ, അത് ജസ്റ്റ് നമുക്ക് ആദ്യം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഭാഗം ഫേസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാവേ. ജോയിൻ ചെയ്യുമ്പോൾ ഇതേപോലെ ഒന്ന് പതിച്ചുകൂടെ കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഫുൾ ക്ലോത്തും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇച്ചിരി പണിയാണ് കേട്ടോ, നമുക്ക് പെട്ടെന്ന് പണി തീർക്കാൻ പറ്റില്ല. ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ ഞാൻ. എന്നിട്ട് ഒരു ഇത് മെയിൻ ക്ലോത്തിൻ്റെ ഈ അരിക് ഭാഗം നമുക്കൊന്ന് താഴ്ഭാഗം ഒന്ന് അളന്ന് നോക്കണം എത്ര ഉണ്ട് എന്നുള്ളത്. അപ്പോൾ സംതിങ് എനിക്ക് 58ഓളം വരുന്നുണ്ട് കേട്ടോ. 54 എന്തോ വരുന്നുണ്ട്. അപ്പോൾ അതായിരിക്കണം നമ്മൾ പ്ലീറ്റ്സ് ഇട്ടെടുക്കേണ്ട ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നിശ്ചിത ഗ്യാപ്പിലാണ് കേട്ടോ ഞാൻ പ്ലീറ്റ്സ് ഇട്ടെടുക്കുന്നത്. പ്ലീറ്റ്സ് എല്ലാം ഒരേ ഗ്യാപ്പാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. 1 ഇഞ്ച് എന്ന് വെച്ചാൽ 1 ഇഞ്ചിൽ തന്നെ നിന്നാൽ നല്ല ഭംഗി കിട്ടും. അപ്പോൾ അതനുസരിച്ച് ഞാൻ 54 ലെങ്ത്ത് വരുന്നിടം വരെ ഇത് പ്ലീറ്റ്സ് ഇട്ടെടുക്കുകയാണ് കേട്ടോ.
ഓൾമോസ്റ്റ് ഞാൻ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് അളന്ന് നോക്കുവാണ് കേട്ടോ. എന്തോ എൻ്റെ ക്യാമറ ഷേക്കായിപ്പോയി, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ നല്ല ഭാഗം ഫേസ് ചെയ്ത് വെച്ച് ഒരു സൈഡിൽ നിന്നേ ഇതേപോലെ കറക്കി ജോയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ജോയിൻ ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിടണം, ഇല്ലെങ്കിൽ നമ്മുടെ തുണി പെട്ടെന്ന് ഇരിഞ്ഞു പോകും കേട്ടോ. രണ്ട് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഇരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. നിർത്തി സ്റ്റിച്ച് ചെയ്താൽ മതി. ഒറ്റ അടിക്കൊന്നും സ്റ്റിച്ച് ചെയ്ത് പോകാൻ പറ്റില്ല, കാരണം പ്ലീറ്റ്സിൽ കയറി സൂചി കുടുങ്ങും കേട്ടോ. അപ്പോൾ അത് മൊത്തം കറക്കി എടുത്തിട്ട് അതിൻ്റെ അരികു ഭാഗം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഒന്നുകൂടെ ആ അരികു ഭാഗം ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും അവിടെ ഒരു സ്റ്റിച്ച് കൂടെ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഒരു ഓപ്പൺ കാണും കേട്ടോ. എന്നിട്ട് അതിൻ്റെ തയ്യൽ തുമ്പ ആ അജ്രക്കിൻ്റെ തുണിയുടെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഒന്ന് പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നതിനേക്കാളും ബെറ്ററാണ് ഈ എന്താ പറയുക, വിസിബിൾ ആയിട്ടുള്ള തുണിയിൽ നമുക്ക് പതിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പം അതുകൂടെ കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകും കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഞാൻ നെക്കിൽ ഇതേപോലൊരു ബ്ലാക്ക് കളർ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതും വെച്ച് കൊടുത്തു. പിന്നെ ആ ഫ്രില്ല് വരുന്നതിൻ്റെ താഴ്ഭാഗത്തൂടെ ലേസ് വെച്ച് കൊടുത്തപ്പോൾ നല്ല ഭംഗി തോന്നി, അതുകൊണ്ട് അവിടെ കൂടെ ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. നല്ല ഭംഗിയായിട്ടോ. ഔട്ട്ലുക്ക് കണ്ടാലോ, വായോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഫ്രോക്കാണ് കേട്ടോ. 10 വയസ്സിനാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്, പക്ഷേ 7 വയസ്സിൻ്റെ ആൾക്കാണ് കേട്ടോ ഇട്ട് കാണിക്കുന്നത്. ഡെമോ കാണിക്കാനായിട്ടുള്ള ആൾ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ കിട്ടും. അപ്പോൾ കുറച്ചുകൂടെ ഫ്രില്ലിന് ലെങ്ത് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. അപ്പോൾ ഇയാൾക്കിട്ടത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തോന്നുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആൾക്കൂടെ ഇട്ട് കാണിക്കാം കേട്ടോ. ഇതാണ് ആള്, മുട്ടിന് താഴെ വരെ ഉള്ളൂ ലെങ്ത്ത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേ മോഡലിൽ നമ്മളൊരു മോം ആൻഡ് ഡോട്ടർ കോംബോ ആണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അമ്മയ്ക്കുള്ള ഒരു കുർത്തിയാണ് ഇത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതേപോലൊക്കെ ഒന്ന് സ്റ്റൈൽ ചെയ്ത് എടുക്കാൻ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.